പാതിവില തട്ടിപ്പ് അതിനെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. അപ്പം ഈ തട്ടിപ്പ് നടത്തിയതിന് തന്നെ ഒരു പ്രത്യേക രീതിയുണ്ടല്ലേ ക്രിസ്റ്റീന? അത് ആളുകളെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് ആ കുടുക്കിൽപ്പെട്ടിരിക്കുന്ന ഇപ്പൊ 40,000 പേര്, ഒന്നും രണ്ടും ഒന്നും അല്ല. ഞാൻ ആലോചിക്കായിരുന്നു എങ്ങനെ ഈ 40,000 പേരെ ഇങ്ങനെ ഈ പറഞ്ഞു പറ്റിച്ചൊക്കെ ഇതിലേക്ക് ചേർക്കാൻ സാധിച്ചു എന്നുള്ളത്. അപ്പോൾ പാതിവില തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതി അനന്തകൃഷ്ണന്റെ പണമിടപാട് വിവരങ്ങൾ രേഖപ്പെടുത്തിയ 2 ഡയറികൾ പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളത് വളരെ നിർണായകമായിട്ടുള്ളൊരു വാർത്തയാണ്. മൂവാറ്റുപുഴ പായിപ്രയിലെ ഓഫീസിൽ നിന്നാണ് ഇത് കണ്ടെത്തിയത്. അനന്തകൃഷ്ണൻ വാങ്ങിയ ഭൂമിയുടെ ആധാരങ്ങൾ കസ്റ്റഡിയിലെടുത്ത് ക്രയവിക്രയ സാധ്യത അന്വേഷണ സംഘം മരവിപ്പിക്കുകയും ചെയ്യും. അനന്തകൃഷ്ണനെ ഇന്ന് കൊച്ചിയിലെത്തിച്ച് തെളിവെടുപ്പും നടത്തും. അപ്പോൾ നമ്മുടെ 2 പ്രതിനിധികളാണ് വിവരങ്ങളുമായി നമ്മോടൊപ്പം ചേരുന്നത്. ആദ്യം നമ്മൾ പോകുന്നത് YS അഭിനന്ദിലേക്കാണ്, കൊച്ചിയിൽ നിന്ന്. അഭിനന്ദ്, വെരി 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 ഗുഡ് മോർണിംഗ്. സംസ്ഥാന വ്യാപകമായി നടന്ന ഒരു തട്ടിപ്പ്, അതിപ്പോൾ തെളിവെടുപ്പും സംസ്ഥാന വ്യാപകമായി തന്നെ നടത്തേണ്ടി വരുന്നു. പലരും ചോദിക്കുന്നുണ്ട് ഇതിനായി പ്രത്യേക കോടതിയും പ്രത്യേക പോലീസ് സ്റ്റേഷനും ഒക്കെ ഏർപ്പെടുത്തേണ്ടി വരുമെന്ന്. കാരണം അത്രയധികം കേസുകളാണ് സംസ്ഥാനത്തിന്റെ ഓരോ ഭാഗത്തു നിന്നും ഓരോ ദിവസവും രജിസ്റ്റർ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ തെളിവെടുപ്പിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? വെരി ഗുഡ് മോർണിംഗ് പ്രവിത, ക്രിസ്റ്റീന. തീർച്ചയായിട്ടും പാതിവില തട്ടിപ്പ് കേസിൽ സമഗ്രമായ അന്വേഷണമാണ് പോലീസിന്റെ ഭാഗത്ത് നടക്കുന്നത്. ഇതിനോടകം തന്നെ ഒരുപാട് കേസുകൾ സംസ്ഥാനത്തിന്റെ പല ഭാഗത്തായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇന്നലെ നമ്മൾ കണ്ടതാണ് പറവൂർ പോലീസ് സ്റ്റേഷൻ അടക്കം നീണ്ട ക്യൂ ആയിരുന്നു അനന്തകൃഷ്ണനെതിരെയുള്ള പരാതി. ഇതിനോടകം തന്നെ കോഴിക്കോട്ട് 1,69,00,000-ലധികം രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്ന് ചൂണ്ടിക്കാണിച്ച് പരാതി നൽകിയിരുന്നു. എന്തായാലും ഇന്നലെ ഇടുക്കിയിലും മുട്ടം ഈരാറ്റുപേട്ട തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇന്നലെ തെളിവെടുപ്പ് നടത്തിയിരുന്നു. ആ സ്ഥലങ്ങളിലൊക്കെ തന്നെ കോടിക്കണക്കിന് ഭൂമി ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ള ഇതായിരുന്നു ഉണ്ടായിരുന്നത്. ഈരാറ്റുപേട്ടയിൽ ഇന്നലെ കനത്ത പ്രതിഷേധവും അനന്തകൃഷ്ണന് നേരെ ഉണ്ടായിരുന്നു. ഇന്ന് കൊച്ചിയിലെ ഫ്ളാറ്റുകളിലായിരിക്കും തെളിവെടുപ്പ് നടത്തുക. എറണാകുളത്തെ ഫ്ളാറ്റിൽ ഇന്ന് രാവിലെ 9 മണിയോടുകൂടിയായിരിക്കും പ്രതി അനന്തകൃഷ്ണനെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തുക. ഇതിനോടൊപ്പം തന്നെ എറണാകുളത്ത് ഒരുപാട് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. NGO കോൺഫെഡറേഷൻ ഇന്നലെ വ്യക്തമാക്കിയത് അനന്തകൃഷ്ണൻ തിരുവനന്തപുരത്തെ ചില സന്നദ്ധ സംഘടനകളുമായി കൂട്ടിച്ചേർന്നുകൊണ്ട് ഒരുപാട് പണം സമാഹരിച്ചുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്ന് NGO കോൺഫെഡറേഷൻ അടക്കം വ്യക്തമാക്കിയിരുന്നു. എന്തായാലും NGO കോൺഫെഡറേഷൻ ആസ്ഥാനം എറണാകുളത്താണ്. എറണാകുളത്തെ ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ചായിരിക്കുന്ന സമഗ്രമായ അന്വേഷണം പോലീസ് നടത്തുക. ഉടൻ തന്നെ ക്രൈംബ്രാഞ്ച് ഈ കേസ് ഏറ്റെടുക്കുമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ എറണാകുളം റൂറൽ SP വൈഭവ് സക്സേന ആയിരുന്നു ഈ കാര്യം വ്യക്തമാക്കിയത്. പ്രതിയെ കഴിഞ്ഞ ദിവസമാണ് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട കസ്റ്റഡി കോടതി അനുവദിച്ചത്. കസ്റ്റഡി കാലാവധി നാളെ ആയിരിക്കും അവസാനിക്കുക. അതിനുശേഷമായിരിക്കും പിന്നീട് ക്രൈംബ്രാഞ്ച് ഈ കേസ് ഏറ്റെടുക്കുക. ക്രൈംബ്രാഞ്ച് സമഗ്രമായ അന്വേഷണത്തിലായിരിക്കും. രാഷ്ട്രീയ നേതാക്കൾക്കും സന്നദ്ധ സംഘടനാ പ്രവർത്തകർക്കും ഈ കേസുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്ന് അന്വേഷിക്കുക. എന്തായാലും പോലീസിൻ്റെയും ഒപ്പം തന്നെ റൂറൽ SP-യുടെയും ഒപ്പം ക്രൈംബ്രാഞ്ചിൻ്റെയും ഭാഗത്തു നിന്നുള്ള അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നതോടുകൂടി കൂടുതൽ ആളുകൾ അനന്തകൃഷ്ണനൊപ്പം ഉണ്ടോ എന്നതിൽ വ്യക്തത വരും. ക്രിസ്റ്റീന. അഭിനന്ദ്, അതോടൊപ്പം തന്നെ ഇന്ന് എവിടെയൊക്കെ എത്തിച്ചായിരിക്കും തെളിവെടുക്കുക? ഇത് സംബന്ധിച്ചുള്ള മറ്റു വിവരങ്ങളൊക്കെ പോലീസ് പങ്കുവയ്ക്കുന്നുണ്ടോ? പ്രവിത, ഇന്നലെ ഇടുക്കി ഒപ്പം തന്നെ ഈരാറ്റുപേട്ട, മുണ്ടം, കുടയത്തൂർ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു ഇന്നലെ തെളിവെടുപ്പ് നടത്തിയത്. ഇന്ന് എറണാകുളത്തെ പ്രധാനപ്പെട്ട അനന്തകൃഷ്ണന്റെ ഇടപാടുകൾ നടന്ന ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ചായിരിക്കും തെളിവെടുപ്പ് നടക്കുക. ഒപ്പം തന്നെ അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയ ഇതിനോടകം തന്നെ ഒരുപാട് രാഷ്ട്രീയ നേതാക്കളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയ പല സ്ഥലങ്ങൾ എറണാകുളത്ത് തന്നെയുണ്ട്. ആ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചായിരിക്കും ഇന്ന് തെളിവെടുപ്പ് നടത്തുക എന്നതാണ് പോലീസ് നൽകുന്ന വിവരം. എന്തായാലും 9 മണിയോടുകൂടിയായിരിക്കും പ്രതി അനന്തകൃഷ്ണനെ ഇവിടെ എത്തിച്ച് തെളിവെടുപ്പ് കൂടുതൽ സമഗ്രമായ രീതിയിൽ നടത്തുക. എറണാകുളത്തായിരിക്കും ഇന്ന് നടത്തുക. പ്രവിത. ശരി, ശ്യാംകുമാർ കൂടെ ചേരുകയാണ് കൊച്ചിയിൽ നിന്ന്. ശ്യാം, വെരി ഗുഡ് മോർണിംഗ്. ഒരു ഡയറി കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ സാധാരണ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഡയറിയിലൊന്നും രേഖപ്പെടുത്തി വെക്കുന്ന ഒരു പതിവൊന്നുമില്ല. പക്ഷേ ഒരു ഡയറി കിട്ടിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നത് ആര് രേഖപ്പെടുത്തി വെച്ച ഡയറിയാണ്? ഇതിലുള്ള വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? മുൻപ് മണിച്ചൻ വ്യാജമദ്യ കേസിൽ പിടിയിലായ ശേഷമായിരുന്നു ഇത്തരത്തിലൊരു ഡയറി കേരള രാഷ്ട്രീയത്തെ പിടിച്ചു കുലുക്കിയത്. അന്ന് ഒട്ടനവധി പേരുടെ പേരുകൾ ആ ഡയറിയിൽ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു ഡയറിയാണ് ഇപ്പോൾ അനന്തകൃഷ്ണന്റെ ഭാഗത്തു നിന്നും പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഒന്നല്ല, 2 ഡയറികൾ കണ്ടെത്തിയിരിക്കുന്നത്. മൂവാറ്റുപുഴ പായിപ്രയിലെ വീട്ടിലും ഓഫീസിലുമായിട്ടായിരുന്നു ഡയറികൾ സൂക്ഷിച്ചിരുന്നത്. അതിൽ പണം കൊടുത്ത ഓരോരുത്തരുടെയും പേരും കൃത്യമായി എത്ര രൂപ കൊടുത്തു എന്നുള്ളത് എഴുതി വെച്ചിട്ടുണ്ട്. ഇന്നലെ ഡയറി കിട്ടിയ വിവരം അറിഞ്ഞത് മുതൽ നിരവധി രാഷ്ട്രീയ നേതാക്കളാണ് പോലീസിനെ ബന്ധപ്പെടുന്നത്. ഈ വിവരങ്ങൾ പുറത്തു പോകുമോ എന്നുള്ള പേടി രാഷ്ട്രീയ നേതാക്കൾക്ക് ഒരുപാട് പേർക്കുണ്ട്. അതിൽ ആരൊക്കെ ഈ തട്ടിപ്പാണെന്ന് അറിയാതെ പണം വാങ്ങിയെന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനു പുറമെ ഈ തട്ടിപ്പ് പണം ഉപയോഗിച്ച് വാങ്ങിയ ഭൂമിയുടെ ആധാരങ്ങളും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അത് മൂവാറ്റുപുഴയിലെ ഓഫീസിലും പൂട്ടിക്കിടക്കുന്ന വീട്ടിലുമായിട്ടാണ് വെച്ചിരിക്കുന്നതെന്ന് അനന്തകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്. ഇത് വാങ്ങി ക്രയവിക്രയ സാധ്യത മരവിപ്പിക്കാനാണ് പോലീസിന്റെ നീക്കം നടക്കുന്നത്. ഇന്നലെ 6 കേസുകൾ കൂടിയാണ് അനന്തകൃഷ്ണനെതിരായിട്ട് പുതുതായി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇന്നും പുതിയ കേസുകൾ രജിസ്റ്റർ ചെയ്യുമെന്നുള്ളതാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഇതിനു പുറമെയാണ് ഈ തട്ടിപ്പിൽ പങ്കെടുത്ത ജീവനക്കാർക്ക് താമസിക്കുന്നതിന് വേണ്ടി സൗജന്യ ഫ്ളാറ്റും
വലിയ ശമ്പളവും ഒക്കെ നൽകി അനന്തകൃഷ്ണൻ സൗകര്യങ്ങൾ ഏർപ്പാടാക്കിയിരുന്നതായും പോലീസ് കണ്ടെത്തിയിരുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികൾ ഇന്നും തുടരുമെന്നുള്ളതാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ശരി, എസ് ശ്യാംകുമാർ വിവരങ്ങൾ നൽകിയത്.